വെച്ചാൽ മാറ്റാവുന്ന സാഹചര്യങ്ങളും ഇറങ്ങിത്തിരിച്ചാൽ പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങളും മാത്രമാണ് നമുക്ക് ചുറ്റിലും ഉള്ളത്. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനക്കൂട്ടത്തിന്റെ വിശപ്പ് മാറ്റുവാനല്ല ശിഷ്യന്മാർ പരിശ്രമിച്ചത്, അവരെ മാറ്റി നിർത്തുവാനും മാറ്റിവിടുവാനുമാണ്. എന്നാൽ ഈശോ അവരുടെ വിശപ്പടക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ആ പരിശ്രമം ഫലം കാണുകയാണ്. അതിനെയാണ് നമ്മൾ അത്ഭുതങ്ങളെന്നോ പുണ്യപ്രവർത്തികൾ എന്നോ വിളിക്കുന്നത്. എനിക്കുള്ളത് എൻ്റേതു മാത്രം എന്ന് ചിന്തിച്ചാൽ എനിക്ക് തൃപ്തി ഉണ്ടാവുകയുമില്ല, മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയുമില്ല. പങ്കിടുവാൻ പഠിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഇവിടെ നാം കാണുന്നത് ഈശോയെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിയുണ്ട് ഈ സുവിശേഷത്തിൽ. അത് 5 അപ്പവും 2 മീനിൻ്റെയും അവകാശിയായ ആ ബാലനാണ്. നമുക്ക് അവനെ കുറിച്ച് കൂടുതൽ അറിയാം. അതേ പ്രിയമുള്ളവരെ, യേശുവിന് ആ വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ സഹായിച്ചത് ആ ബാലനാണ്. അവനിലുള്ള നന്മയാണ്. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ 5 അപ്പവും 2 മീനും അവൻ വളരെ ഉദാര മനസ്സോടെ യേശുവിന് നൽകുമ്പോഴാണ് ഈ ഒരു അത്ഭുതം അവിടെ സാധ്യമാവുന്നത്. 5 അപ്പവും 2 മീനും ആ ബാലൻ യേശുവിനെ ഏൽപ്പിച്ചപ്പോൾ ഇതാ വലിയൊരു അത്ഭുതം. അപ്പം കഴിച്ചവരും തൃപ്തിയായി, അപ്പം കൊടുത്ത ആ ബാലനും സന്തോഷമായി. നമ്മുടെ എല്ലാവരുടെയും പക്കൽ ദൈവം തന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ സമയമാകാം, സമ്പത്താകാം, നല്ല ആരോഗ്യമാകാം, നമ്മുടെ സ്വാധീനമാകാം. അങ്ങനെ ഈ ലിസ്റ്റ് ഇവിടെ അവസാനിക്കുന്നില്ല. കർത്താവ് അത് ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കും. ഇങ്ങനെ അനുഗ്രഹമാക്കണമെങ്കിൽ നമ്മൾ ഈ ബാലനെ പോലെ ആവണം. നമ്മുടെ കയ്യിലുള്ളത് സന്തോഷത്തോടെ കർത്താവിനെ ഏൽപ്പിക്കാൻ മനസ്സുണ്ടാകണം. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാനും സ്വാർത്ഥത കൈവെടിഞ്ഞ് പരസ്നേഹത്തിലും നന്മ പ്രവൃത്തിയിലും ഈശോയെ പോലെ ആയിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് സഹായിക്കട്ടെ.